tatasteel ലിമിറ്റഡ്. tatasteel ലിമിറ്റഡ് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര സ്റ്റീൽ നിർമ്മാണ കമ്പനിയാണ്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. മുമ്പ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന tatasteel 35 ദശലക്ഷം ടൺ വാർഷിക ക്രൂഡ് സ്റ്റീൽ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ഒന്നാണ്. ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളും വാണിജ്യ സാന്നിധ്യവുമുള്ള ലോകത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമാർന്ന സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഒന്നാണിത്. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 33.19%, FII 19.25%, DII 23.54%, പബ്ലിക് 24%. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 184, 52 വീക്സ് ഹൈ 184, ലാസ്റ്റ് വീക്സ് ഹൈ 150. സ്റ്റോക്ക് പ്രകടനം. ടാറ്റ സ്റ്റീൽ ഓഹരികൾ സമ്മിശ്ര പ്രകടനമാണ്. കഴിഞ്ഞ മാസത്തിൽ 6.53% ഇടിവും 6 മാസത്തിനിടെ 6.47% ഇടിവും രേഖപ്പെടുത്തി. എന്നിരുന്നാലും വർഷം തോറും സ്റ്റോക്ക് 10.04% നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ 12 മാസങ്ങളിൽ ഇത് 29%-ത്തിലധികം ഉയർന്നു. ശക്തമായ ദീർഘകാല വളർച്ച കാണിക്കുന്നു. ടാറ്റ സ്റ്റീൽ ക്വാർട്ടർ ടു ഫലങ്ങൾ. ഇന്ത്യൻ സ്റ്റീൽ നിർമ്മാതാവ് അതിന്റെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദഫലങ്ങളിൽ 833.45 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി. ചെലവ് കുറയുന്നതിനൊപ്പം പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കമ്പനിയുടെ വരുമാനം കുറഞ്ഞു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം. രണ്ടാം പാദത്തിൽ കമ്പനിയുടെ പ്രവർത്തന വരുമാനം 3% ഇടിഞ്ഞ് 53,489 കോടി രൂപയായി. മുൻ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഇത് 55,107 കോടി രൂപയായിരുന്നു. ചെലവുകൾ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിൽ ഉരുക്ക് നിർമ്മാതാവിന്റെ ചെലവ് 6.3% ഇടിഞ്ഞ് 52,331 കോടി രൂപയായി. പ്രതിവർഷം 55,853 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ പ്രകാരം മറ്റ് ചെലവുകൾ കുറച്ചതാണ് ചെലവുകൾ കുറച്ചത്. സെഗ്മെന്റ് വരുമാനം. ടാറ്റ സ്റ്റീലിന്റെ ഇന്ത്യയിലെ ബിസിനസ് വരുമാനം രണ്ടാം പാദത്തിൽ 5.25% ഇടിഞ്ഞ് 32,399 കോടി രൂപയായി. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിൽ ടാറ്റ സ്റ്റീൽ യൂറോപ്പിലെ വരുമാനത്തിൽ 1.01% വർധനയുണ്ടായതിൽ നിന്ന് കമ്പനിക്ക് ചില പിന്തുണ ലഭിച്ചു. ഒരു വർഷം മുമ്പ് വരുമാനം 18,846 കോടി രൂപയിൽ നിന്ന് 19,038 കോടി രൂപയായി ഉയർന്നു. ടാറ്റ സ്റ്റീൽ ക്വാർട്ടർ ടു ഫലങ്ങൾ. 2025 ഓഹരി വില ലക്ഷ്യം. ടാറ്റ സ്റ്റീൽ അതിന്റെ ക്വാർട്ടർ ടു ഏകീകൃത ഫലങ്ങളിൽ ശക്തമായ വഴിത്തിരിവ് രേഖപ്പെടുത്തി. 758 കോടി രൂപ ലാഭം നേടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 6,511 കോടി രൂപയുടെ നഷ്ടത്തെ അപേക്ഷിച്ച്. എന്നിരുന്നാലും വരുമാനം 3.25% കുറഞ്ഞ് 55,681 കോടിയിൽ നിന്ന് 53,904 കോടിയായി കുറഞ്ഞു. പോസിറ്റീവ് നോട്ടിൽ എബിറ്റിഡ 43.9% ഉയർന്ന് 4,267.8 കോടി രൂപയിൽ നിന്ന് 6,141 കോടി രൂപയായി. കമ്പനിയുടെ മാർജിൻ മുൻവർഷത്തെ 7.7%-ൽ നിന്ന് 370 ബേസിസ് പോയിന്റ് വർദ്ധിച്ച് 11.4%-ആയി ഉയർന്നു. ടാറ്റ സ്റ്റീൽ ഇന്ത്യയുടെ വരുമാനത്തിൽ ഇടിവ്. കമ്പനിയുടെ ഇന്ത്യൻ ബിസിനസ് വാർഷിക വരുമാനത്തിൽ 5% ഇടിവ് രേഖപ്പെടുത്തി. 2024 സെപ്റ്റംബർ പാദത്തിൽ വരുമാനം 32,399 കോടി രൂപയായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 34,197 കോടി രൂപയായിരുന്നു. ഈ ഇടിവ് അതിന്റെ അന്താരാഷ്ട്ര സംരംഭങ്ങളുടെ പ്രകടനത്താൽ ഭാഗികമായി നികത്തപ്പെട്ടു. NINL ബിസിനസ് വളർച്ച കാണുന്നു. ടാറ്റ സ്റ്റീലിന്റെ നീലാചൽ ഇസ്പത് നിഗം ലിമിറ്റഡ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം 2024 സാമ്പത്തിക വർഷത്തിൽ 1,348 കോടി രൂപയായി ഉയർന്നു. മുൻ വർഷത്തെ ഇതേ പാദത്തിലെ 1,283 കോടി രൂപയിൽ നിന്ന് നേരിയ വർധന ഉണ്ടായി. മൊത്തത്തിലുള്ള പ്രകടനത്തിന് NINL നല്ല സംഭാവന നൽകി. ടാറ്റ സ്റ്റീൽ ബിസിനസ് അപ്ഡേറ്റ്.
2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ടാറ്റ സ്റ്റീൽ ഇന്ത്യ ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദനത്തിലും വിതരണത്തിലും ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. അതിന്റെ പ്രവർത്തനക്ഷമതയും വർദ്ധിച്ച ഡിമാൻഡും പ്രതിഫലിപ്പിക്കുന്നു. ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദനം ടാറ്റ സ്റ്റീൽ ഇന്ത്യ രണ്ടാം പാദത്തിൽ 5.27 ദശലക്ഷം ടൺ ക്രൂഡ് സ്റ്റീൽ ഉത്പാദിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 5.02 ദശലക്ഷം ടണ്ണായിരുന്നു. ഈ 5% വർധനവ് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ വ്യൂ കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. പ്രവർത്തന വിപുലീകരണം, കടം കുറയ്ക്കൽ, സുസ്ഥിരതയിലും ഗ്രീൻ സ്റ്റീലിലുമുള്ള തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവയാൽ ടാറ്റ സ്റ്റീലിന്റെ സ്റ്റോക്ക് ദീർഘകാല സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. കമ്പനിയുടെ ശക്തമായ ആഭ്യന്തര പ്രകടനവും ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന സ്റ്റീൽ ഡിമാൻഡും സുസ്ഥിരമായ വളർച്ചയ്ക്ക് മികച്ച സ്ഥാനം നൽകുന്നു. യൂറോപ്യൻ പ്രവർത്തനങ്ങളിൽ ഹ്രസ്വകാല വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പിന്തുണയുള്ള ദീർഘകാല വീക്ഷണം പോസിറ്റീവായി തുടരുന്നു. ദീർഘകാല വളർച്ചാ സാധ്യതകൾക്കും നവീകരണത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും വേണ്ടി ടാറ്റ സ്റ്റീൽ ആകർഷിക്കുന്നതായി നിക്ഷേപകർ കണ്ടെത്തിയേക്കാം. എന്നിരുന്നാലും സ്റ്റീൽ വ്യവസായത്തിന്റെ ചാക്രികത, ആഗോള വിപണികളിലേക്കുള്ള ടാറ്റ സ്റ്റീലിന്റെ എക്സ്പോഷർ, നിലവിലുള്ളത് എന്നിവ നിക്ഷേപകർ പരിഗണിക്കണം. താങ്ക് യു.